ഹായ് ഓൾ, ഇന്നത്തെ എൻ്റെ മിനി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എണിച്ച് വാതിൽ തുറന്ന് നോക്കിയപ്പോഴാണെങ്കിൽ പുറത്ത് നല്ല അടിപൊളി മഴ കേട്ടോ. പിന്നെ പതിവ് പോലെ തന്നെ ഈ അരികഴുകി അടുപ്പത്ത് വെച്ചു. പിന്നെ കുട്ടികൾക്കുള്ള ചായ എടുത്തു. ചായ അല്ല കേട്ടോ, പാലിൽ ഞാൻ ബൂസ്റ്റ് ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ അത് എനിക്കുള്ള ചായ എടുത്തു. പിന്നെ ഞാൻ ഇന്ന് ചൊരയ്ക്ക് ഉപ്പേരി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് വന്നിട്ട് ചട്ടി ചൊരയ്ക്കുകയാണ് കേട്ടോ, നല്ല വലിപ്പമുണ്ട്. അപ്പോൾ ഞാനിത് മുറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കറണ്ട് പോയിട്ടോ. അപ്പോൾ ഞാൻ ഒരു പീസാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ അത് കുടിക്കാനുള്ള വെള്ളം വെച്ചു. പിന്നെ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മൺചട്ടിയിലാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മുളക് പൊടി, ഉപ്പും മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വയ്ക്കുക. ഇത് പെട്ടെന്ന് വേകുന്ന സാധനമാണ് കേട്ടോ. ഇതിൽ ഓൾറെഡി വെള്ളമുണ്ട്, നമ്മൾ ലേശം വെള്ളം ഒഴിച്ചാൽ മതി. ഞാൻ കുറച്ചാണ് കേട്ടോ ഒഴിച്ചത്. എന്നിട്ടും ഇത്രയും വെള്ളമുണ്ട്. എന്നിട്ട് അതിന് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് കുറച്ച് കടുകിട്ട് അത് പൊട്ടിയ ശേഷം ചെറിയുള്ളി, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച് ചുരക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ, എളുപ്പമാണ്. അപ്പോഴേക്കും ഇതേ കുട്ടികളെല്ലാം എണിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ മോള് ഒരു 8 മണിയാകുമ്പോഴാണ് കേട്ടോ എണിക്കുന്നത്. ഇന്നത്തെ നേരത്തെ എണിച്ചു, അതുകൊണ്ട് വേഗം ഞാൻ ഉള്ളൊക്കെ ഒന്ന് അടിച്ച് തുടച്ച് വിട്ടേ. മോള് ഒരു 7 മണിക്ക് വിളിച്ചാലേ ഒരു 8 മണിയാകുമ്പോൾ എണിക്കുള്ളൂ കേട്ടോ. കുളിക്കുന്ന നേരത്തെ മാത്രമേ എണിക്കുള്ളൂ. പിന്നെ ഞാൻ വേഗം വന്നത് ഈ ഗ്യാസൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കേട്ടോ. പിന്നെ ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഇത്തിരി സമയം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് നേരം പുറത്തേക്കൊക്കെ ഇറങ്ങി. ഇന്ന് കുറച്ച് പൂക്കളെല്ലാം വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. മോനാണെങ്കിൽ പല്ല് വെച്ചിട്ട് ബ്രഷും കൊണ്ട് എൻ്റെ പിന്നാലെ നടക്കുകയാണ് കേട്ടോ, എൻ്റെ കയ്യിൽ തരാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു പൂ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന ശേഷം ഞാൻ കുറച്ച് ചിക്കൻ പൊരിക്കാനായിട്ടായിരുന്നു, അത് പൊരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് മോൾക്ക് കൊടുത്തു വിടാൻ വേണ്ടി കുക്കുംബറും കുറച്ച് മാങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ മുറിച്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മോളുടെ ലഞ്ച് ബോക്സ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരത്തെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മോളത്തെ റോട്ടിൽ പോയി നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മോനാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ എന്തോ വലിയ ആലോചനയിലാണ്. ഞങ്ങൾ പോണതിന് മുന്നേ ഈ സൈക്കിളും കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഈ സൈക്കിൾ ആ റോട്ടിൽ കൊണ്ട് ഇടുവേ, എന്നിട്ട് ഞങ്ങളുടെ കൂടെ നടന്നു വരും കേട്ടോ. പിന്നെയാണ് ഇത് ഈ ഒരു സാധനം കണ്ടത് കേട്ടോ. ഇത് വന്നിട്ട് ഒച്ചാണ്. ഞങ്ങളുടെ ഈ ഒരു ഭാഗത്ത് നിറയെ ഒച്ചുണ്ട് കേട്ടോ. ഇത് ഒച്ചിൻ്റെ ഷെല്ലാണ് കിടക്കുന്നത്. ഇനി ആരും കൊണ്ട് ഇട്ടതാണോ ഇത് എന്താണെന്ന് അറിയില്ല കേട്ടോ. ഞങ്ങളുടെ ഈ ഭാഗത്ത് നിറയുണ്ട്. ഈ ഒരു ഭാഗത്ത് കൂട്ടിയിട്ട പോലെ നിറയെ കിടക്കുന്നുണ്ട് കേട്ടോ. മോനത് കണ്ടിട്ട് നോക്കുകയാണെ. അങ്ങനെ കുറേ നേരം നിന്ന ശേഷം ഓട്ടോ വന്നിട്ടുണ്ട്. ഇന്ന് കുട്ടികളെല്ലാവരും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇന്നലെ ഇന്നുമായിട്ട് എല്ലാ കുട്ടികളും ഉണ്ട്. ഇല്ലെങ്കിൽ മോള് മാത്രമായിരിക്കും കേട്ടോ. ഇന്ന് പിന്നെ കുട്ടികളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്നുകൊണ്ട് തുണികളെല്ലാം വിരിച്ചിട്ടു കേട്ടോ. ഒന്ന് നേരത്തെ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ മഴയൊക്കെ ആയതുകൊണ്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ രാവിലത്തെ ഫുഡ് കഴിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. ബൈ ബൈ, സീ യു.